മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് ജയറാം. മലയാളത്തിന് പുറമെ മറ്റു ഭാഷാ സിനിമകളിൽ നടൻ ഇപ്പോൾ നിറസാന്നിധ്യമാണ്. സിനിമയ്ക്ക് പുറമെ പൂരപ്രേമിയും ആനക്കമ്പവും ചെണ്ടമേളവും നടന് ഒപ്പമുണ്ട്. ഇപ്പോഴിതാ തന്റെ കൃഷിയിടത്തെക്കുറിച്ച് നടൻ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. പലതവണ ചോദിച്ചിട്ടും മമ്മൂട്ടി പോലും അവിടെ കൊണ്ടുപോയി കാണിച്ചിട്ടില്ലെന്നും തന്റെ വ്യക്തിപരമായ സന്തോഷമാണെന്നും അതെന്നും ജയറാം പറയുന്നു. സിനിമയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് സിനിമാ വികടനം നൽകിയ അഭിമുഖത്തിലായിരുന്നു നടന്റെ പ്രതികരണം. ചെന്നൈയിലായിരിക്കും ഉറക്കമുണരുന്നത്. രാവിലെ എണീക്കുമ്പോൾ സിനിമയില്ല, കോടമ്പാക്കം ഇല്ല എന്നൊന്നുമില്ല. എനിക്ക് കേരളത്തിൽ കൃഷിയുണ്ട്. നേരെ അവിടേക്ക് പോവും. ഒരുപാട് വർഷങ്ങളായി ഉള്ളതാണ്. അതിന് ഞാൻ പുറമിലേക്ക് അധികം പ്രദർശിപ്പിക്കാറില്ല. ഫോട്ടോ എടുക്കുകയോ മറ്റുള്ളവരെ കാണിക്കുകയോ ഒന്നുമില്ല. ആരും അവിടെ വന്നിട്ടില്ല. ഇത്തരം കാര്യങ്ങളിൽ വലിയ താല്പര്യമുള്ള ആളാണ് മമ്മൂട്ടി സാർ. 15 വർഷമായി അദ്ദേഹം എന്നോട് ചോദിക്കുന്നു, ഒരു തവണ എന്നെ അവിടെ കൊണ്ടുപോയി കാണിക്കുമോ എന്ന്. പക്ഷെ ഞാൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. അതെന്റെ വ്യക്തിപരമായ സന്തോഷമാണ്. കൊണ്ടുപോകില്ല. കൃഷിക്കൊപ്പം കന്നുകാലി വളർത്തലുമുണ്ട്. എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട കാര്യമാണ്. സിനിമയിൽ നിന്ന് ലഭിക്കുന്ന ഇടവേളകളിലെല്ലാം ഞാൻ അവിടെയാണ് ഉണ്ടാകുക. സിനിമയിലാണെങ്കിൽ ഒരു ദിവസം ആരംഭിക്കുക രാവിലെ 6 മണിക്കായിരിക്കും. എന്നാൽ ഫാമിൽ അത് പുലർച്ചെ 3:30-നായിരിക്കും. പശുവിനെ കറക്കൽ എല്ലാ സമയത്താണ് തുടങ്ങുന്നത്. അതൊരു 7:30 തൊട്ട് 8 മണി വരെ ഉണ്ടാകും. വൈകുന്നേരം വരെ അവിടെ ജോലികളുണ്ടാവും. അതിനെ ഞാൻ പൂർണ്ണമായും മുഴുകും. ശരിക്കും ആസ്വദിക്കുകയും ചെയ്യും. ഇവിടെ സിനിമയില്ലാത്തതിനാൽ നേരെ അവിടേക്ക് പോകും. എനിക്ക് 3 തവണ കൃഷി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 2005-ൽ മികച്ച പരിസ്ഥിതി സൗഹൃദ ഫാം, മികച്ച ഫാം, 2022-ൽ മികച്ച കർഷകനുള്ള കേരള സംസ്ഥാന പുരസ്കാരവും. കൂടുതലും തമിഴ്നാട്ടിൽ നിന്നുമാണ് ഈ പുരസ്കാരം എന്നെ കൂടുതൽ അഭിനന്ദിച്ചത് എന്ന് ജയറാം പറയുന്നു.